ഏട്ടാ കറണ്ട് ഇല്ല. അമ്മക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അയ്യോ, ആ കാര്യം ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കറണ്ട് വരുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അയ്യോ 5 മണിയാവോ? ഷോ, അതുവരെ അമ്മയ്ക്ക് ഒന്നും കഴിക്കാൻ കൊടുക്കണ്ടേ? സമയത്തിന് ഭക്ഷണം കഴിച്ചു തല കറങ്ങി വീഴുന്ന ആളാണ് അമ്മ. എന്തിപ്പോ ചെയ്യാ? ഏട്ടാ, ഇവിടെ അടുത്ത് എവിടെന്നെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഓർഡർ ചെയ്യുമ്പോഴത്തേന് സാധനം ഇവിടെ എത്തും. എടി, ഇവിടെ അടുത്തൊന്നും ഹോട്ടലൊന്നും ഇല്ല. 10-12 കിലോമീറ്റർ വേണം കൊയിലാണ്ടിക്ക്. തിരിച്ചു വരുമ്പോഴോ ബ്ലോക്ക് ഉണ്ടാവും. അവിടെ ചെന്ന് സാധനമായിട്ട് വരണമെങ്കിൽ ഏതാണ്ട് 2-3 മണിക്കൂറാവും. അത്രയും നേരം നിന്റെ അമ്മ ബോധം കടാണ്ട് പിടിച്ച് നിൽക്കുവോ? പിന്നെ ഇപ്പൊ എന്തോ ഒരു വഴി. അമ്മ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തായാലും തല കറങ്ങി വീഴും. ഏട്ടാ, ഇവിടെ അമ്മേന്റെ അടുക്കളയിന്നേ ആ സ്റ്റൗവും സിലിണ്ടർ എടുത്ത് ഒന്ന് മേലെ വെച്ചിരും. ഞാൻ അവിടെ കുക്ക് ചെയ്തോളാം. അതിനാ താഴെ നിന്ന് ഗ്യാസ് സിലിണ്ടറും സ്റ്റൗ എടുത്തിട്ട് മേലേക്ക് വന്ന് നിൽക്കുന്നത്. നിനക്ക് താഴെ ഒന്നും ഉണ്ടായിക്കൂടെ? മോനെ, അതൊന്നും സാരമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്ക ഇവിടുന്ന്. അല്ലെങ്കിൽ ഒരു സിലിണ്ടർ മേലേക്ക് കൊണ്ടേക്കോട്ടെ. അതെന്തിനാ അമ്മ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്നത്? 2 ദിവസം മുമ്പ് താഴെ ഗ്യാസ് ഇരുന്നപ്പോ അവള് മേലെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ചൂടാക്കി തന്നില്ല അമ്മയ്ക്ക്. പിന്നെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അവള് കാണിക്കാത്ത സിമ്പതി അമ്മയും കാണിക്കാൻ നിൽക്കണ്ട. അമ്മ തൽക്കാലം പോയിക്കോ, എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്റെ അമ്മ പറഞ്ഞ ഐഡിയ ആണല്ലേ? നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. നിന്റെ 2ാമത്തെ അടുക്കള എന്നുള്ള പരിപാടിയില്ലേ, അത് ഇന്നത്തോടെ നിർത്തിക്കോ. എന്തൊക്കെ സാധനങ്ങൾ നീ താഴത്തെ അടുക്കളയിൽ നിന്ന് മേലെ കൊണ്ടുപോയിട്ടോ, അതൊക്കെ താഴെ തന്നെ കൊണ്ടുവച്ചോളണം. നീ എവിടെ വരെ പോകുന്നത് ഞാൻ നോക്കിയതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിന്റെ ഇമാതിരി സ്വഭാവം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്റെ അമ്മയുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ, അമ്മേന്റെ കൂടെ അങ്ങോട്ട് തിരിച്ചു പോകേണ്ടി വരും. പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരില്ല.